ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഷ്യസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ്റെയും അതുപോലെ അച്ചിങ്ങ പയർ മെഴുക്ക് പുരട്ടിയുടെയും റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ സാധാരണ സദ്യകളിൽ ഒരു തോരനും ഒരു മെഴുക്ക് പുരട്ടിയും ഉണ്ടാവാറുണ്ട്. അതുപോലെ വലിയ സദ്യയൊക്കെ ആണെങ്കിൽ പല ടൈപ്പിലുള്ള തോരനുകളും പലതരത്തിലുള്ള മെഴുക്ക് പുരട്ടിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരാറുള്ള ഒരു തോരനാണ് ക്യാബേജ് തോരൻ. 250 ഗ്രാം ക്യാബേജ് ഇതുപോലെ കൊത്തിയരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 ചുവന്നുള്ളിയും 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് നിന്നുള്ള ആ ഒരു വെള്ളവും ഒക്കെ ഒന്ന് ഇറങ്ങിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് മിക്സ് ചെയ്യുകയൊന്നും ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. എന്നിട്ട് അതവിടെ തട്ടിപ്പൊത്തി ഒരു 5 മിനിറ്റ് വച്ചേക്കണം. ഇനി അച്ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള നാടൻ കറികൾക്കൊക്കെ നമ്മളെപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 5-6 ചുവന്നുള്ളി ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 4 ഉണക്കമുളക്, വറ്റൽമുളക്, അത് മിക്സിയിലിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഉണക്കമുളക് അടിച്ചെടുത്തതിന് ശേഷം വേണം കേട്ടോ ഉള്ളി ചതച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അരഞ്ഞു വരില്ല ശരിക്കും അങ്ങോട്ട്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് പയർ വളരെ കുറച്ചായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ, കാരണം നമുക്ക് എന്താണ് ഈ സദ്യക്കൊക്കെ അറിയാലോ, ഒരുപാട് അങ്ങനെ കറികളല്ല, ഒരു കുറച്ച് ഇങ്ങനെ എളുപ്പമുള്ളൂ. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള മാത്രം ഉണ്ടാക്കിയെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ ഒന്ന് വെന്ത് വരട്ടെ. ഒരു 5 മിനിറ്റൊക്കെ സമയം എടുക്കും അത് വെന്ത് വരാനായിട്ട്. ക്യാബേജ് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിതിവിടെ ഫുള്ളായിട്ടുള്ള ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കണേ, അതാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇതുപോലത്തെ സ്പ്ലിറ്റായിട്ടുള്ളത് കിട്ടും, അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള, അതായത് തേങ്ങയും ഒക്കെ കൂടി മിക്സാക്കി വെച്ചിട്ടുള്ള ക്യാബേജ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ നാടൻ ഡിഷുകൾക്കൊക്കെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കണം, പിന്നെ കറിവേപ്പിലയ്ക്കും. ഇത് രണ്ടെണ്ണത്തിലും ഒരു പിശുക്കും പാടില്ല കേട്ടോ, ആവശ്യത്തിന് ചേർത്ത് ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതല്ലാണ്ട് തന്നെ വെന്ത് വന്നോളും. ഇത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ആകെ കുഴഞ്ഞ് കിട്ടി വരും. പിന്നെ പയർ മൂടി വെച്ച് തന്നെ വേവിക്കണം കേട്ടോ. പയറിൽ വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാണ്ട് തന്നെ നമ്മൾ കഴുകി വാരി എടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവില്ല അതിനകത്ത്, ഞാൻ പറ്റി പിടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതങ്ങോട്ട് ചേർത്തിച്ചാൽ മതി, വേറെ പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ച് എടുത്ത് വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഇപ്പോൾ എന്ത് തോരനാണെങ്കിലും മെഴുക്ക് പുരട്ടിയാണെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് തോരൻ അറിയായിരിക്കില്ല, തോരൻ തേങ്ങ ചേർത്തിട്ടുണ്ടാക്കുന്നതിനാണ് സാധാരണ തോരൻ എന്ന് പറയാനുള്ള. മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോൾ തേങ്ങയൊന്നും ചേർക്കില്ല. മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. പയറൊക്കെ അങ്ങനെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ, സാധാരണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനിയിത് പെട്ടെന്നൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ടിത് മൂടി വയ്ക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മാത്രമാണ് സെർവ് ചെയ്യാനുള്ളൂ. അപ്പോഴേക്കും ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ മണവും കറിവേപ്പിലയും ഒക്കെ കൂടി നല്ല രസമായിട്ടുള്ളൊരു മണവും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മെഴുക്ക് പുരട്ടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം, സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റാണ് മെഴുക്ക് പുരട്ടി കഴിക്കാനായിട്ട്. അതിൽ നമ്മുടെ ക്യാബേജും ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സാധാ ഊണിനോടൊപ്പം അല്ലെങ്കിൽ സദ്യയോടൊപ്പം കഴിക്കാൻ പറ്റിയ
ക്യാബേജ് തോരനും അച്ചിങ്ങാപ്പയർ മെഴുക്ക് പറ്റിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.